Happiness listeners, hope everyone is doing good. So ഓൾമോസ്റ്റ് 1 to 2 months ആയി വന്നിട്ട്. അപ്പം ഇതൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ കൂടിയാണ്, ഒരു കംബാക്ക് എന്നൊക്കെ പറയുന്നതാണ്. ഇച്ചിരി സമയപരിധി കാരണം കുറച്ച് വർക്കുകൾ ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, ഞാനൊരു ഫാമിലി പേഴ്സൺ ആണ്. അതിൻ്റെ ഒരു പ്രശ്നത്തിന്റെ ഇടയിൽ തിരക്കിലായിരുന്നു. നിങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പൊ ഞാൻ ഇന്നു മുതൽ നിങ്ങൾക്ക് ഒരു കാര്യം പ്രോമിസ് ചെയ്യുന്നത് വെച്ചാൽ, ഇന്നു മുതൽ എല്ലാ മേഖലകളിലും എന്ന് വെച്ചാൽ സ്പിരിച്വൽ ടോക്ക് ആയാലും വിസ്ഡം ടോക്ക് ആയാലും ഫാമിലി ടോക്സ് ആയാലും ഒരു 5 to 10 minutes നിങ്ങൾക്ക് വേണ്ടി ഞാൻ സ്പെൻഡ് ചെയ്യുന്നതാണ്. അപ്പൊ ഞാൻ വീഡിയോ ഡെയിലി ഇടുന്നതാണ്. അപ്പൊ നിങ്ങളതെല്ലാം കാണണം. സോ ഇന്നത്തെ ടോപ്പിക്, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വിസ്ഡം ടോക്സ് ആണ്. വിസ്ഡം ടോക്സിൽ ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ഇന്നർ സ്ട്രെങ്ത് എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പം പൊതുവെ നമ്മൾ വിചാരിക്കുന്നത് ഇന്നർ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമുക്ക് ഔട്ട്സൈഡ് ഒരുപാട് മോട്ടിവേഷനിൽ കിട്ടുന്ന എന്നുള്ളതാണ്. അത് ആക്ച്വലി നമ്മൾ തന്നെ സ്വന്തമായിട്ട് ബിൽഡ് ചെയ്ത ഒരു ബിലീഫ്സ് ആണ്. അപ്പൊ ആ ബിലീഫ്സ് ഇന്നത്തെ ഈ എപ്പിസോഡ് കൂടി നിങ്ങൾ എന്തായാലും കറക്റ്റ് ചെയ്യുന്നത് എനിക്ക് ഉറപ്പാണ്. അപ്പം നമ്മുടെ ഇന്നർ സ്ട്രെങ്ത് പറയുന്നത് നമ്മുടെ എല്ലാ ഒക്കേഷൻസിലും നമ്മൾക്ക് വേണ്ട ഒരു കാര്യം. അത് ഫോർ എക്സാമ്പിള് നമ്മളിപ്പം ഒരു പ്രോപ്പർട്ടി രീതിയിലായാലും, അല്ലെങ്കിൽ നമ്മളൊരു മാരേജ് രീതിയിലായാലും, അല്ലെങ്കിൽ ഏത് ഒക്കേഷനിലായാലും ഒരു ഇന്നർ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യേണ്ടത് ആവശ്യം. എസ്പെഷ്യലി നമ്മൾ ഒരു സ്ട്രേഞ്ചറോട് സംസാരിക്കുമ്പോൾ, ഇതിപ്പം ബിസിനസ്സിലാവട്ടെ, നമുക്ക് ഒരുപാട് ഉള്ളില് ഭയങ്ങളുണ്ട്. ചെറിയ കാര്യമാണ്, എന്നാലും ഒരു ഭയം, എന്താ പറയാ, നമുക്കൊരു വിശ്വാസക്കുറവ്. കാരണം വിശ്വാസക്കുറവും ഭയവും അത് ഡിഫറെന്റ് ആണ്. പക്ഷെ ഇവിടെ ഇന്നർ സ്ട്രെങ്ത്തിന്റെ മെയിൻ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഈ രണ്ട് ഭാഗങ്ങളാണ്. വിശ്വാസക്കുറവും ഉണ്ട്, അതുപോലെ തന്നെ ഭയവുമാണ്. നമ്മൾ അറിയാത്ത ഒരാളോട് പെട്ടെന്ന് നമ്മൾ ഒരു പാർട്ട്ണർഷിപ്പോ അല്ലെങ്കിൽ ഇപ്പം പ്രോപ്പർട്ടി രീതിയിലല്ല ഒരാള് ബ്രോക്കറെ അങ്ങനെ ആരെങ്കിലും അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഉള്ളിൽ ഭയങ്കര പേടിയുണ്ടാവും. കാരണം നമുക്ക് അവിടെ ഒരു ട്രസ്റ്റ് വന്നിട്ടില്ല, നമുക്ക് ആ വ്യക്തിനെ അറിയില്ല. അപ്പൊ ആ ടൈമിലാണ് നമ്മൾക്ക് ഇന്നർ സ്ട്രെങ്ത് വേണമെന്ന് പറയുന്നത് അപ്പോഴാണ്. അപ്പൊ ഈ ഇന്നർ സ്ട്രെങ്ത് നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് ഫസ്റ്റ് എന്ന് വെച്ചാല് നമ്മളെ കുറിച്ച് നമുക്കൊരു വിശ്വാസമാണ്. അതിനാണ് സെൽഫ് ബിലീഫ് എന്ന് വേണമെന്ന് പറയുന്നത്. ഈ സെൽഫ് ബിലീഫ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് നമ്മളെ സ്വന്തം മോട്ടിവേറ്റ് ചെയ്യുന്നത്. കുറച്ച് ടൂൾസ് വഴി ഞാൻ അതിന്റെ എക്സാമ്പിള് കുറച്ചുകൂടി ഡെപ്ത് ആയി പറഞ്ഞുതരാം. എന്ന് വെച്ചാല് സെൽഫ് ബിലീഫ്സ് കൂട്ടാനുള്ള ഒരു ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് മിറർ ടോക്കിംഗ് ആണ്. അതായത് നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ കണ്ണാടി നോക്കിയിട്ട് നമ്മളെ കുറിച്ച് ഒരുപാട് നമ്മൾ ഇൻസ്പയർ ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ ആ ബിലീഫ്സ് പതുക്കെ 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 അത് ഇൻക്രീസ് ചെയ്യും. ആ ബിലീഫ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്താണ് നമ്മൾക്ക് ഓട്ടോമാറ്റിക്കലി ഇൻബിൽഡ് ആയിട്ട് ഒരു ഇന്നർ സ്ട്രെങ്ത് ഫോം ചെയ്യുന്നത്. ഇതാണ് ഫസ്റ്റ് മെത്തേഡ്. പിന്നെയുള്ള സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് വിശ്വാസം. നമ്മൾ ആരാധിക്കുന്ന ഭഗവാനിലുള്ള വിശ്വാസമാണ് സെക്കൻഡ് എന്ന് പറയുന്നത്. അതെന്ന് വെച്ചാല് വളരെ ഹൈ ലെവലിലെ സ്ട്രെങ്ത് ആണ്. കാരണം നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ പവർ അത്രത്തോളം ഉയരത്തിലാണ്. നിങ്ങൾ ഈ കാണുന്ന എത്ര പേര് നിങ്ങള് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷെ നിങ്ങൾ എത്രത്തോളം പ്രാർത്ഥനയുടെ പാതയിൽ പോകുന്നു അത്രത്തോളം നിങ്ങൾക്ക് ഒരുപാട് ഇന്നർ സ്ട്രെങ്ത് ഇൻബിൽട്ട് ആയിട്ട് കിട്ടുന്നതാണ്. അപ്പൊ അതാണ് സെക്കൻഡ് മെത്തേഡ്. ഇതൊരു മെത്തേഡ് അല്ല, ഇത് നമ്മൾ ചെയ്യേണ്ട ഒരു ദൈനംദിന പ്രവൃത്തിയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ രണ്ട് മെത്തേഡ് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് ഒന്ന് സ്ട്രോങ് ആക്കാം. ഇനി ആര് എന്ത് പറഞ്ഞാലും തളരാതെ കറേജോട് ധൈര്യത്തോടു കൂടി എനിക്കത് ചെയ്യേണ്ടത്, ഐ ക്യാൻ ഡു ഇറ്റ്, ഐ ക്യാൻ ഡു ഇറ്റ്, ഐ ക്യാൻ ഡു ഇറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ്
ആ ഒരു ഇന്നർ സ്ട്രെങ്ത് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് എനർജിയിൽ വേണം പറയാൻ. ഇപ്പൊ നമ്മള് നിങ്ങളെ സ്പോർട്സ് ഒക്കെ കാണുന്ന ആൾക്കാരാണെങ്കിൽ ഹക്ക എന്നുള്ള ഒരു മെത്തേഡ് എന്ന് വെച്ചാല് അത് നമ്മള് ഓപ്പോസിറ്റ് എതിരാളിനെ ഫൈറ്റ് ചെയ്യുന്ന അവരുടെ ഒരു സ്ലോഗനാണ് ഹക്ക എന്ന് പറയുന്നത്. എന്ത് വന്നാലും എതിർത്ത് തോൽപ്പിക്കാൻ പറ്റുന്ന അതൊരു ഹക്ക മെത്തേഡ്. ആ ഹക്കയിൽ നമ്മളെ യെസ് 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 ഐ ക്യാൻ എന്ന് പറഞ്ഞിട്ട് നമ്മള് സ്വന്തം മോട്ടിവേറ്റ് ചെയ്യുമ്പം നമുക്ക് ഒരു ഫിയറോ ഒരു നമുക്ക് ഒരു എന്ന് വെച്ചാൽ ഈ ഫിയർ ഡൗട്ട് ഇതൊക്കെ നമ്മുടെ നെഗറ്റീവ് പാർട്ടാണ്. ഓക്കെ, ഈ നെഗറ്റീവ് പാർട്ടിലൂടെയാണ് നമ്മൾ ബിലീഫ്സും കൊണ്ടുവരുന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം നമ്മള് ഇതുപോലെ നമ്മൾ സ്വന്തമായിട്ട് ഈ മെത്തേഡിലൊക്കെ നിങ്ങൾ ഇന്നർ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊരു ചലഞ്ചസും ഫേസ് ചെയ്യാൻ പറ്റും. ഫോർ ഫോർ എക്സാമ്പിൾ, ഒരു രണ്ട് മൂന്ന് എക്സാമ്പിള് എനിക്കിപ്പോ മനസ്സിൽ വന്നു. ഇപ്പൊ നിങ്ങള് IAS പ്രിപ്പയർ ആണെങ്കിൽ ഒരുപാട് ടെസ്റ്റും എനിക്ക് കൂടുതൽ ഡീറ്റെയിൽ അറിയില്ല, നിങ്ങൾ ജസ്റ്റ് എനിക്ക് അറിയുന്ന പോലെ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അങ്ങനെയാകുമ്പോൾ നിങ്ങൾ ഒരുപാട് സൊസൈറ്റി പ്രഷർ ഉണ്ടാവും, നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നുണ്ടാവും. പക്ഷെ അവിടെയെല്ലാം നിങ്ങൾ ബിൽഡ് ചെയ്യേണ്ട നിങ്ങളെ സെൽഫ് ബിലീഫ് ആണ്, ആ ഇന്നർ സ്ട്രെങ്ത് ആണ് ബിലീഫ്. ആ ഇന്നർ സ്ട്രെങ്ത് നിങ്ങൾ എത്രത്തോളം നിങ്ങൾ ഇൻക്രീസ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾക്ക് ഏത് ചലഞ്ചസ് ഫേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ ടോപ്പിക്ക് നിർത്താണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഡെയിലി എൻ്റെ എല്ലാ വീഡിയോസും കാണണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യുക. റിമെമ്പർ, 1 share is equal to helping another person. Okay, so stay blessed, stay happy, stay healthy. Thank you all.